നേരെ ഉച്ച കഴിഞ്ഞു. കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. എന്തിനാടി കുളിയും ജപമൊക്കെ? നാളെ എത്രയായി ഒരുത്തനെങ്കിലും വഴി നോക്കാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഒക്കെ അങ്ങോട്ടല്ലേ പോണത്? ആ, എങ്ങനെ കഴിഞ്ഞുകൂടി കുടുംബ? ആങ്ങളെയും പെങ്ങളും കൂടി തല്ലുകൂടി എല്ലാം കളഞ്ഞില്ലേ? ഊണ് കഴിക്കണ്ടേ? എന്തിനാടി ചോറും കറിയും ഒക്കെ? എല്ലാം പോയില്ലേ? എന്ത് പോയിന്ന് അമ്മ പറയുന്നേ? അമ്മാവനായിട്ടുള്ള പിണക്കമൊക്കെ മാറ്റി അമ്മ പഴയ പോലെ ഉഷാറാവണം. നിങ്ങൾ രണ്ടാളും കൂടി ഒന്നായി നിന്നാ ഒരു ഉൾപ്പലാക്ഷൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ തല പോയാലും ശരി, ഇനി കള്ള കണാരനുമായി ചെയ്യുന്ന ആരാ എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എങ്കിൽ പട്ടിണി കിടന്ന് ചത്തോ, അതതിലും നല്ലത്. പച്ച വെള്ളം പോലും കുടിക്കാതെ ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ മോളെ. എന്നാലെങ്കിലും ഈ അച്ഛന് മനസ്സമാധാനം കിട്ടുമല്ലോ. എനിക്കിഷ്ടായി. അല്ല, ഈ ഗ്രാമവും പാടവും അമ്പലവും അമ്പലക്കുളവും. എന്താ പറഞ്ഞേ? കുട്ടി കൊള്ളാലോന്ന്. എന്താണ് പറഞ്ഞേ? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. കുട്ടി കൊള്ളാന്ന് പറയായിരുന്നു. എന്താ നിനക്ക് വേണോ? പെങ്ങളാണോ പറ്റി? കാണിക്കണോടാ അച്ഛാ, ആ തെണ്ടി എന്റെ പെങ്ങളെ പഞ്ചാര അടിക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കണോ ഞാൻ? വേണം. കൈയും കെട്ടി നോക്കിஇருந்தா മാത്രം പോരാ, രണ്ട് കൈ പിടിച്ച് ആനയിക്കൊണ്ട് വരണം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ തന്തയ്ക്ക്. ഇന്നലെ വരെ ഈ ഗ്രാമത്തിൽ പേരും പെരുമയും ഒക്കെ എനിക്ക് നാരായണിക്ക് മാത്രമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നുമല്ല, ഇന്നെല്ലാം അവനാ. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതിലൊക്കെ ഉപരി തറവാടിന്റെ പാരമ്പര്യം നിലർത്തുന്ന ഒരു ജോലിയും മഷിനോട്ടം. അവന് നമ്മുടെ മകളെ ഇഷ്ടായി എന്ന് പറഞ്ഞാൽ സുഹൃതം. നാരായണന്റെ മോളേക്കാൾ എന്തുകൊണ്ട് നമ്മളുടെ മോൾക്ക് ചേരുക അവൻ തന്നെയാ. അച്ചു, അവന്റെ പേര് പറഞ്ഞാൽ വെട്ടി തുറുക്കണ്ട. ഇനി ഇവിടെ എന്ത് നടക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാവരും അതൊക്കെ അനുസരിച്ചാ മതി. നിങ്ങൾ എന്തിനോട് പുറപ്പാടാ? കല്യാണത്തിന്, നമ്മളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയി അവനെ കണ്ട് ഇവൻ ചെയ്ത വിവരക്കെന്ന് മാപ്പ് പറഞ്ഞ് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നോക്കാം. എല്ലാം തുളയ്ക്കാനുള്ള പുറപ്പാടാ. അല്ല, കണാരൻ കാരണം പറഞ്ഞ ഈ ബൈക്കൊക്കെ എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം. ഉൽപ്പലാഷിനെ കാണാലോ, കണ്ണ് നിറയെ കാണാലോ. എവിടെ, മോളിലാണോ? അതെ, മോളിലാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നിക്ക്. വിരോധമൊന്നും തോന്നരുത്. ഉൽപ്പലാക്ഷനെ കാണാൻ കാത്തിരിക്കുന്നവരാ ഇവരൊക്കെ. പല പല നാട്ടിൽ നിന്ന് വന്നോരാ കൃഷി നോക്കാൻ. എന്താ മൂപ്പര് ഒരു തിരക്ക്. എന്താ, എനിക്ക് കാണാൻ പറ്റില്ലോ ഇതിരെ? പറ്റുമല്ലോ, പക്ഷേ ടോക്കൺ എടുക്കണം. ഞാനെടുത്ത പൊന്തുവോ? അതല്ലാന്ന്, ഈ നമ്പർ ഇതാ, നല്ല അസല് നമ്പറാ, 36. ആ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അപ്പറഞ്ഞത് നേരാ, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണം. ആണ്ടിപ്പൂപ്പ, നമ്മുടെ കണാരൻകാരനവർക്കൊരു ഛായ. ഞാൻ പോയി ഉൽപ്പലാക്ഷനോട് പറഞ്ഞിട്ട് വരാം. ആണ്ടിപ്പൂപ്പ, ദേ അടുത്ത പാർട്ടി. അല്ല, ഇതാരപ്പാ? എന്താ ഇതുവഴി? പാടത്ത് പോയിട്ട് വരുന്ന വഴിയാ. എന്തായി എന്റെ രാസനാദി കഷായം? അത് പിന്നെ ഇവിടത്തെ തിരക്കൊക്കെ അറിയാലോ. നാളെ തരാം. എന്താ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നേ? നിന്റെ മരുന്ന് വാങ്ങാനാ? ഹേയ്, നമ്മുടെ ഉൽപ്പലാക്ഷന്റെ അടുത്ത് മഷി നോക്കാൻ വന്നവരാ ഇവരൊക്കെ. സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാണ്ടായി തുടങ്ങിണ്ടാവും. അല്ലെങ്കിൽ വേറെ ഒരുത്തന്റെ കാല് പിടിക്കണോ? ലംബോദര, കൊടപിടി. കഷ്ടകാലം കാണുന്നത് കഷ്ടകാല ലംബോദര. അതെ അതെ, പോവാം. ലംബോദര, കൊടപിടി. ഈ ലംബോദര ഇതെന്ത് ജന്മാവാ ഇത്? അതിന്റെയൊക്കെ ജന്മം തന്നെയാ വാനരൻ. ഞാൻ കാര്യമായിട്ടൊന്ന് പറഞ്ഞോണ്ട് നേരത്തെ വിളിക്കാം. ചെല്ലി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൻഷൻ പറ്റിയ പശുതോട്ടക്കാരനാണേ. കേട്ടിട്ടുണ്ട്. വരൂ. ഇരിക്കൂ. ക്ഷമ പറയാനാ ഞാൻ വന്നത്. എന്തിന്? എന്റെ മോന്റെ അവിവേകം കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല. അബദ്ധോ? ആര് പറഞ്ഞ അബദ്ധമെന്ന്? ഉൽപ്പലാഷിന്റെ പ്രായത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല. അത് എനിക്കിഷ്ടം ഉൽപ്പലാഷിനെ. എന്റെ ഇഷ്ടം തന്നെ തങ്കമണിയുടെ. ഞാൻ ആ ഉദ്ദേശത്തിലല്ല. വേണ്ട, ഞാൻ ആ ഉദ്ദേശത്തിലാണെന്ന് കരുതിക്കോളൂ. കുടിലിന്റെ കാര്യത്തിൽ സാമ്യതയുള്ള ഒരു മരുമകനെയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗ്യ. ഉൽപ്പലാക്ഷനെ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ അത്താഴം വരണം.
അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. അവനിനി ജീവിതകാലം മുഴുവൻ വിളമ്പാനുള്ളതല്ലേ, ബാക്കി ഇങ്ങോട്ടിട്ടോളൂ. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കാ ക്ഷീണം. ഇനി കഴിക്കില്ല, 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. കൂടെ ഞാനും. ഭക്ഷണം മാത്രം ആക്കണ്ട, താമസം കൂടെ ആയിക്കോട്ടെ. പോരാടുന്നു. വേണ്ടി വന്നാ ഉൽപ്പലാട്ടിന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അല്ലേ വൈദ്യരെ? അതിനു മുമ്പ് താലികെട്ട് നടത്തണേ. അതൊക്കെ എന്നേ തീരുമാനിച്ചു കഴിച്ചതാ. നീ വിളമ്പി കൊടുക്കുമോളെ. ഈ കൈ കൊണ്ട് തന്നെ എന്നും വിളമ്പണമെന്നാ എന്റെ പ്രാർത്ഥന. ഇവിടത്തെ ചെക്കന് കല്യാണാലോചിച്ച പെൺകുട്ടീനെ വരുത്തനായ ഒരുത്തന് പെണ്ണാലോചിക്കുന്ന കണാരങ്കാരനോരുടെ നടപടി തീരെ ശരിയായില്ല. എന്റെ മോന് അവന്റെ മോളെ വേണ്ട. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ഇനിയിപ്പൊ അയാൾ വന്ന് കാല് പിടിച്ചാലും നമ്മൾ കൊടുക്കോ? ഇല്ല. പിന്നെ വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തോടുള്ള വാശി തീർക്കാനാ കണാരങ്കാരനൊരു തങ്കമണിയെ ഉൽപ്പലാക്ഷന് പെണ്ണാലോചിക്കുന്നത്. അച്യുതന് കൊടുക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഉൽപ്പലാക്ഷനെ കൊണ്ട് കെട്ടിച്ചാൽ ഇവിടത്തെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ? കരി കഴുകിയ പോകൂലേ വൈദ്യരെ? ലംബോദരാ, ഓ അകത്തു പോ. ഓ ഒരു വഹയ്ക്ക് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഇവിടത്തെ ഭർത്താവായി പോയത്. വൈദ്യരെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കണാരങ്കാർന്ന് ഒരു ഉൽപ്പലാക്ഷനെ പിടികൂടും മുമ്പേ നമ്മൾ പിടിക്കണം. ഇവിടത്തെ അമ്പിയക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധമായത്. അവന്റെ നാടും വീടും അറിയാതെ. എന്താ നാടും വീടും നോക്കുമ്പോഴേക്കും കണാരങ്കാരന് ഒരു കല്യാണം നടത്തും. നിങ്ങൾ നാണം കെടും. മൂപ്പര മുമ്പ് തോക്കാൻ തന്നെ തീരുമാനിച്ചങ്ങള്. തല പോയാലും വേണ്ടില്ല, അവനെ എനിക്ക് തോൽപ്പിക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പലാക്ഷനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനും മഷി നോട്ടും, നിങ്ങൾക്കും മഷി നോട്ടും. രണ്ടുപേരും കൂടി ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരമാകും. പിന്നെ കണാരങ്കാർന്നവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. വൈദ്യരുടെ ബുദ്ധി അപാരം തന്നെ. ഉൽപ്പലാക്ഷന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെണ്ണ് എന്റെ മോൾ അമ്പിയായിരിക്കും. വൈദ്യര് പൊക്കോളൂ. സന്തോഷായി, എനിക്ക് സന്തോഷായി. ഏഷണ വൈദ്യര് കുടുംബം കലക്കി തെണ്ടി തെമ്മാടി ഏഭ്യൻ ചെറ്റ കഴുത. ലംബോദര, എന്തോ ഇവിടെ പറഞ്ഞൊന്നും ലംബോദരൻ കേട്ടില്ല. കേട്ടില്ല, കണ്ടില്ല, പറയില്ല, അതല്ലേ ലംബോദരൻ.